ഇനി കെഎസ്ആർടിസിയിലേക്ക് ചെന്ന അവിടെ സമരം ചെയ്തവർക്ക് നേരെ പ്രതികാര നടപടി സ്വീകരിക്കുന്നു എന്നാണ് വാർത്ത. സമരം ചെയ്തവർക്ക് കുറച്ച് വൈകി ശമ്പളം നൽകിയാൽ മതിയെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നും കെഎസ്ആർടിസി മാനേജ്മെന്റ് ഉത്തരവിറക്കി. ശമ്പളം കൃത്യസമയത്ത് നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി 4-ന് TDF പണിമുടക്കിയത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, നമ്മളെ ഭരിക്കുന്നത് LDF സർക്കാരാണ്, CPM ആണ് ആ സർക്കാരിന് നേതൃത്വം നൽകുന്നത്. സമരം എന്നൊക്കെ പറയുന്നത്, പ്രതിഷേധം എന്ന് പറയുന്നത് അവകാശമാണെന്ന് കരുതുന്ന ഒരു സർക്കാരാണ്. വിയോജിപ്പുണ്ടെങ്കിൽ പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്ന് എന്നും വാദിക്കുന്ന സർക്കാർ പ്രതിനിധികളുമാണുള്ളത്. അപ്പോഴാണ് സമരം ചെയ്തതിന്റെ പേരിൽ സമയത്ത് ശമ്പളം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആ സമരം. ശമ്പള ബിൽ വൈകി കൊടുത്താൽ മതി. ശരിക്കും ഒരു പ്രതികാരം എന്നതിലേക്ക് തന്നെയാണോ KSRTC മാനേജ്മെന്റ് നീങ്ങിയിട്ടുള്ളത്? ശ്രീജ, അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിചിത്രമായ ഒരു നീക്കമാണ്, നടപടിയാണ് KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതാനും മാസങ്ങളായി ഈ ശമ്പളം കൃത്യമായി നൽകാത്തതിനെതിരെ എല്ലാ മാസവും ആദ്യവാരം KSRTC CMD ഓഫീസിന് മുമ്പിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 4 ശമ്പളം വൈകുന്നുവെന്ന് ആരോപിച്ച് ഈ പ്രതിഷേധം നടന്നത്. എന്നാൽ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഡയസ്ലോൺ ബാധകമാക്കിക്കൊണ്ട് നേരത്തെ തന്നെ KSRTC മാനേജ്മെന്റ് ഉത്തരവിറക്കിയിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് അവരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതി എന്നൊരു നിർദ്ദേശം ഉത്തരവിലൂടെ തന്നെ KSRTC മാനേജ്മെന്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് പ്രതിഷേധവുമായി മുന്നിൽ നിന്നവരെ തളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്, അവരെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് TDFന്റെ ആക്ഷേപം. നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നാണ് അവർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. പക്ഷേ ഡാൻ, ഒരു സംശയം. ഈ സമരത്തിന് ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നല്ലോ. ഡയസ്നോൺ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ശമ്പളം നഷ്ടമാവുന്ന ദിവസമാണ്. അങ്ങനെയെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് അവർക്ക് ന്യായീകരണം കണ്ടെത്താൻ കഴിയില്ലേ? ഡയസ്നോൺ പ്രഖ്യാപിച്ച ഒരു സമരത്തിൽ പങ്കെടുത്തവർക്ക് നേരെ ഈ നടപടി സ്വാഭാവികമല്ലേ? ഇതിനു മുമ്പും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുള്ള സമരങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ വിചിത്രമായൊരു നടപടി, ആ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതി, അത് മറ്റ് ജീവനക്കാർക്കൊപ്പം എഴുതണ്ട എന്ന ഒരു നടപടി, അത് ആ പ്രതികാര നടപടിയുടെ ഭാഗമായിട്ട് തന്നെ സ്വീകരിച്ചതാണ് എന്നാണ് TDF ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനവർ ഉയർത്തിക്കാണിക്കുന്ന കാര്യം, ശമ്പളം വൈകുന്നതിനെതിരെയാണ് തങ്ങൾ സമരം ചെയ്തത്. അതിന്റെ പേരിൽ തങ്ങൾക്ക് ശമ്പളം വൈകിപ്പിക്കാനുള്ള ഒരു നീക്കം ബോധപൂർവമായിട്ട് KSRTC മാനേജ്മെന്റ് നടത്തുകയാണ് എന്നാണ് ഉയരുന്ന ആക്ഷേപം. അവിടെ ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അടക്കം ഏത് തരത്തിലായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ നീക്കങ്ങളോട് പ്രതികരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പേരിൽ മെമ്മോറാണ്ടമായി തന്നെ ഈ വിവരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഡയസ്ലോൺ എൻട്രി വരുന്ന ജീവനക്കാരുടെ 2025 ഫെബ്രുവരി മാസത്തെ ശമ്പള ബില്ലുകൾ ബിൽ ടൈപ്പുകൾക്കനുസരിച്ച് പ്രത്യേകമായി പ്രോസസ്സ് ചെയ്യേണ്ടതും സ്പാർക്ക് സെല്ലിൽ നിന്ന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം ബില്ലുകൾ അപ്രൂവ് ചെയ്യേണ്ടതുമാണ്. മറ്റുള്ളവരുടെ, ഈ സമരത്തിൽ പങ്കെടുക്കാതെ അന്ന് ഹാജരായവർക്കുള്ള ബില്ലുകൾ വേഗം തന്നെ പ്രോസസ്സ് ചെയ്യാനും ഈ മെമ്മോറാണ്ടത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ശമ്പളം കൃത്യസമയത്ത് നൽകണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തവർക്ക് ശമ്പളം വൈകി കൊടുത്താൽ മതി എന്ന നിലപാടാണ് ഇപ്പോൾ KSRTC ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്.